നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ ഇഡ്ഡലി പാത്രത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഒരു ബൗളിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് റാഗി പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കേക്കിൻ്റെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നില്ല, പകരം പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് പൊടിച്ച ശർക്കര ചേർക്കാം. അതൊക്കെ നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ പൊടിച്ച ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് ഉരുക്കി ചൂട് മാറിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ ചേർത്ത റാഗി പൊടിയും റവയും ശർക്കരയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി അടുത്തതായിട്ട് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല, പകരം ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. തൈര് ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം മാത്രമേ തൈരൊന്ന് ചേർക്കാവൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കുമ്പോൾ ഇതുപോലെ ഒരു വിസ്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഉരുക്കിയ ശർക്കരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ചേർക്കേണ്ട. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു ബാറ്റർ മിക്സാക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സാക്കാനും കൂടെ ശ്രദ്ധിക്കണേ. ഒരു 2-3 മിനിറ്റ് എടുത്തതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കാരണം നമ്മൾ ഇതിൽ ചേർത്ത ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ഈ ഒരു രീതിയിലാണ് മിക്സാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് നെയ്യ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്പൂണ് എണ്ണ വേണമെങ്കിലും ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത നെയ്യും അതുപോലെ തന്നെ വാനില എസൻസ് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൽ നമ്മൾ റവ ചേർത്തുകൊണ്ട് തന്നെ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് തിക്കായിരിക്കും. ആവശ്യമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് പംകിൻ സീഡ്സും കുറച്ച് സൺഫ്ലവർ സീഡ്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാമും വാൾനട്ടും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സ് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതിയാവും, കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തുകൊണ്ട് തന്നെ അധികം സ്പീഡായിട്ട് മിക്സാക്കരുത്, മെല്ലെ മിക്സാക്കുക. മിക്സാക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ മിക്സാക്കി എടുക്കുക. അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഇനി അടുത്തായിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കേക്ക് ടിൻ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടോരി എടുക്കാം. ഏതാണെങ്കിലും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് ഫില്ല് ചെയ്യുമ്പോൾ 3/4 ഭാഗം മാത്രമേ ഫില്ല് ചെയ്യാവൂ. കാരണം ഇതൊന്ന് കുക്കായി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും. ഈ ഒരു അളവിൽ നമുക്ക് 6 കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും വാൾനട്ട് ബദാം ഇതെല്ലാം കൂടി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹെൽത്തിയാണ്. കേക്ക് കാണാനും കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നട്ട്സ് ഇടയ്ക്ക് കഴിക്കാനും കിട്ടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നട്ട്സ് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ കേക്കിലൊക്കെ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. കേക്കിൽ നട്ട്സൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഒരു 6 മുതൽ 7 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ്. ഇനി നമുക്ക് കേക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ടോരികൾ ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കട്ടോരിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ടിന്ന് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഇനി ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. കണ്ടോ, നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ കട്ടോരികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. ഡ്രൈ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കേക്ക് നന്നായിട്ടും തണുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാവൂ, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. ഒരു നൈഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ കേക്ക് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ ചെറിയൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ലുക്കില്ലേ, പക്ഷേ ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഒന്നും ചേർത്തിട്ടില്ല. മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്തത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതുപോലെ ബാക്കി കേക്കും കൂടി ഡീമോൾഡ് ചെയ്ത് എടുക്കാം. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അവർക്ക് ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. പിന്നെ നമ്മൾ ഇതിൽ ധാരാളം നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. എല്ലാ കേക്കും ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നോക്കൂ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇത് ശരിക്കും ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ലുക്കാണ്. ഇത് റാഗി വെച്ചിട്ടുണ്ടാക്കിയ കേക്കാണെന്ന് ആരും പറയില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വൈകുന്നേരം ചായയുടെ കൂടെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ ഇതിൽ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. നമ്മളുടെയൊക്കെ വീട്ടിലുള്ളതാണ് ഇഡ്ഡലി പാത്രം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്